ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോ ലൈവിൽ നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അനീഷ് ഏറ്റവും കുറവ് തവണയാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞല്ലോ. ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഇത് അവിടെയുള്ള 2-3 പേർക്ക് ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കഷൻസ് കാണും ഇതിന്റെ പേരിൽ. അനീഷേട്ടൻ എന്തൊരു സേഫ് ഗെയിമർ ആണല്ലേ, ഫേക്ക് കളിച്ച് അനീഷേട്ടൻ ഇവിടെ നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഡിസ്കഷനും വഴക്കും ഒക്കെ നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് വെച്ചിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നിയ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അനീഷ് അവിടെ ജയിലിൽ പോയിട്ടുള്ള കൗണ്ട് എന്ന് പറഞ്ഞാൽ 5 തവണയാണ്. നോമിനേഷനിൽ വന്നിട്ടുള്ള കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവായിട്ടുള്ള 5 തവണയാണ്. നെവിനും അനുമോളും 8 തവണ വന്നു. അത് വേരിയേഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 + 3 8. ആ 3 ആഴ്ചയും കൂടി ജയിലിൽ കിടന്ന് അനീഷ് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ജയിലിലേക്ക് ഇവര് വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞ നോമിനേഷനിൽ പറയേണ്ട പല കാരണങ്ങളും എടുത്തു വെച്ചിട്ട് ജയിലിലേക്ക് ഇവര് വിട്ടിട്ടുണ്ട് അനീഷിനെ. അത് പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും അനീഷിനെതിരെ ഗെയിം കളിച്ചിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അതില ഇവരൊക്കെ അനീഷിനെ നോമിനേഷനിൽ ഇടാൻ ഒരു ധൈര്യം കാണിക്കാതെ അനീഷിനെ ജയിലിലേക്ക് വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലും സേഫ് ഗെയിമർ എന്നുള്ളൊരു ടാഗ് ലൈൻ അനീഷിന് വെച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അത് അക്ബറും നെവിനും ഒക്കെ ആ രീതിയിൽ സംസാരിക്കും, ഉറപ്പാണ്. ആ രീതിയിലേക്ക് ഇവർ വിടാനായിട്ട് ശ്രമിക്കുള്ളൂ. ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം അവരുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു സേഫ് ഗെയിമർ എന്നുള്ള രീതിയിലേക്ക് പല പ്രേക്ഷകരും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. 5 തവണ മാത്രം നോമിനേഷനിൽ വന്ന, ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്ന ഒരാള് സാബുമാനാണല്ലോ ഭേദം എന്നൊക്കെ പലർക്കും തോന്നിയേക്കാം. പക്ഷെ സാബുമാൻ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്, അനീഷിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു എന്നുള്ളതും സാബുമാൻ അവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കുക. ഞാൻ സാബുമാനുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഞാനൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളത് എനിക്ക് താരതമ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും അനീഷ് ഈ സീസൺ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്, വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ്. അങ്ങനെ ഒരു മത്സരാർത്ഥിയാണ് ഇവര് സേഫ് ഗെയിമർ ആക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഒരു കാര്യം, സാധാരണ വലിയ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എപ്പോഴും നോമിനേഷനിൽ വരാറുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. ബിഗ് ബോസിനകത്ത് നല്ല പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റൻസ് എപ്പോഴും തുടർച്ചയായിട്ട് നോമിനേഷനിൽ വന്നുകൊണ്ടിരിക്കും. അനീഷിന്റെ കേസിന് അനീഷ് ജയിലിൽ കിടന്നിട്ടുള്ളത് തന്നെ 5 തവണയാണ്. ഓൾ ടൈം ഹയസ്റ്റ് റെക്കോർഡാണ് ജയിലിൽ കിടക്കുന്ന കാര്യത്തിൽ. അപ്പൊ അത് ഒരു ഭീരുത്വമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ അക്ബറിന്റെ കുരുതി ഗ്രൂപ്പ് ഇവരാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് മുഴുവനും. 5 ആഴ്ച അനീഷിനെ ജയിലിലേക്ക് വിട്ടത് അവര് ചുക്കാൻ പിടിച്ചിട്ട് തന്നെയാണ്. അവർ പലപ്പോഴായിട്ട് പറയുന്നതും കേട്ടിട്ടുണ്ട്. അക്ബർ തന്നെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മുടെ ക്വാളിറ്റിയാണ്, അനീഷിനെ പോലൊരു കണ്ടസ്റ്റന്റിനെ ഒക്കെ നമ്മൾ എന്നും നോമിനേറ്റ് ചെയ്യാത്തത് നമ്മുടെ ക്വാളിറ്റി ആണെന്ന് അക്ബർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിന് വേണ്ടിയാണ് അവര് അനീഷിനെ നോമിനേഷനിലേക്ക് അധികം തവണ വിടാതിരുന്നിട്ടുള്ളത്. അവിടെ ഇരിക്കുന്ന അത്രയും ആളുകളിൽ എനിക്കൊന്ന് സാബുമാൻ ഒഴികെ എല്ലാവരുമായിട്ടും അനീഷിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം നല്ല രീതിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും വഴക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അനീഷ് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ക്വാളിറ്റി, അതൊക്കെ കണക്കിലെടുത്ത് പലരും പറഞ്ഞേക്കാം സേഫ് ഗെയിമർ എന്ന് പറഞ്ഞേക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു സേഫ് ഗെയിമർ ആക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചാൽ പോലും അനീഷ് ഇസ് നോട്ട് എ സേഫ് ഗെയിമർ. അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.